നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, മനോരമ നേരത്തെ നമുക്കറിയാം, നമ്മളൊക്കെ വാർത്തയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാലത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ പ്രകടമായ രീതിയിൽ അവരവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി. പണ്ട് മാധ്യമം പത്രം അങ്ങനെയായിരുന്നു, പുറത്ത് വലിയ സഹജീവി സ്നേഹവും പരിസ്ഥിതി സ്നേഹവും ഒക്കെ പറയുമെങ്കിലും വലിയ കമ്മ്യൂണിസം ഒക്കെ അകത്തെ എഡിറ്റോറിയൽ അവരുടെ ഗുണം അറിയാം. അപ്പൊ അതുപോലെ തനിക്കുണം മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് ഇപ്പോ മനോരമ പലതരത്തിലും ജാത്യാധിക്ഷേപം നടത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരനെയും നരേന്ദ്രമോദിയൊക്കെ അത്തരത്തിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി. നമ്മളിപ്പോ കണ്ട ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവം ഇപ്പോൾ നരേന്ദ്രമോദി കറുത്തിരിക്കുന്നു, അല്ലെ കറുപ്പടിച്ചു കൊണ്ടുവന്നാണെന്ന തരത്തിൽ നടത്തുന്ന കറുത്ത മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന പ്രചാരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോ എല്ലാരും കറുത്തിരിക്കും, എത്ര വെളുത്ത ആളും നടക്കുന്നതല്ലേ. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോ എന്താണ് പ്രശാന്തിനെ അതേ കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് സത്യത്തിൽ ഈ നീലച്ചായം അടിച്ച കുറുക്കൻ കാട്ടിൽ ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അതായത് ഈ ഗ്രാമത്തിൽ എവിടെയോ നീലച്ചായം കലക്കി വെച്ചിരുന്നു. ഈ കോഴിയെ പിടിക്കാൻ പോയ കുറുക്കൻ ഈ നീലച്ചായത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും നീല നിറം. അങ്ങനെ ഈ കുറുക്കൻ പിന്നെ തിരിച്ച് കാട്ടിലെത്തിയപ്പോൾ ആകെ നാണക്കേടാണ്. കാരണം ശരീരം മുഴുവനും നീല നിറം. പക്ഷെ കാട്ടിലെ മൃഗങ്ങളെല്ലാം അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത് ഒരു പുതിയ ജീവി, എല്ലാവരും വന്ന് എന്തോ സംഭവമാണെന്ന് കരുതി ഈ കുറുക്കൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ തുടങ്ങി. സിംഹം തൊട്ട് പഴുതാര വരെയുള്ള സകല ജീവജാലങ്ങളും. അപ്പോൾ കുറുക്കൻ വിചാരിച്ച് ഇത് തന്നെ. അപ്പോൾ കുറുക്കൻ ഒന്നും മിണ്ടുന്നില്ല, മൗനിയാണ്. അപ്പം ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ പലതരത്തിലുള്ള ഫലമൂലാദികളൊക്കെ കൊണ്ട് മുന്നിൽ വയ്ക്കുന്നു. വലിയ രാത്രിയായി, നിലാവ് ഉദിച്ചതും ഈ മറ്റു കുറുക്കന്മാരെല്ലാം ഓരിയിട്ടു. നമ്മുടെ ഈ കുറുക്കനും സഹജമായ സ്വഭാവം മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. കുറുക്കനും നീട്ടി ഒരു ഓരി അങ്ങിട്ടു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്ക് മനസ്സിലായി ഇത് കുറുക്കനാണ്, ഇത് ഈ നീലച്ചായം അടിച്ചിരിക്കുന്നതാണ് ശരീരത്തിൽ എന്ന് മനസ്സിലായി. ഇതുപോലെയാണ് മനോരമയുടെയും മാധ്യമത്തിൻ്റെയും ഒക്കെ കാര്യം. സത്യത്തിൽ മാധ്യമപ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞാൻ മറ്റേതൊരു മാധ്യമപ്രവർത്തകനെയും പോലെ മലയാള മനോരമയിൽ ഒരു ജോലി കിട്ടിയാൽ വലിയ സന്തോഷം എന്ന് കരുതി അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം ഞാൻ സത്യത്തിൽ അഭിമാനിക്കുന്നു മനോരമയിൽ ജോലി കിട്ടാതെ പോയതിൽ. അതിൽ എനിക്ക് സങ്കടമില്ല. ഇതൊരു ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതല്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ലായിരുന്നു. ഞാൻ ഒരു മുൻവിധികളില്ലാതെ മുന്നോട്ട് പോയി. മനോരമയെക്കുറിച്ചൊക്കെ ഈ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല. എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരുടേതായ ഒരു നയമുണ്ടാകും, ഒരു പോളിസി ഉണ്ടാകും. അത് മനോരമയ്ക്കും ഉണ്ട്. അത് മനോരമയ്ക്ക് തുടരാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞാൻ ഒരു തരത്തിലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ വ്യക്തിഹത്യ അത് ചെയ്യരുത്. അത് ഞാൻ നിരവധി സന്ദർഭങ്ങൾ അതിന് ഉദാഹരിക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയപ്പോൾ കറുത്തിരിക്കുന്നു. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലാണ് ഇത് ആദ്യം വരുന്നത്. മനോരമ കോപ്പി ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ മനോരമയ്ക്ക് അത് മാത്രമേ, കാരണം മനോരമയുടെ ഒരടവും വിഷ്വൽ മീഡിയയിൽ വിജയിക്കുന്നില്ല. മനോരമ വിഷ്വൽ മീഡിയയിൽ ഒരു വലിയ പരാജയമാണ്. മനോരമ പൊതുവെ പറയണത് എന്താണ്, ഞങ്ങളെ നസ്രാണികൾ തൊട്ടതെല്ലാം പൊന്നാക്കി എന്നാണ്. ഒരു ചുക്കുമില്ല. ഈ വിഷ്വൽ മീഡിയയിൽ വന്ന് മനോരമയ്ക്ക് കൈ പൊള്ളി. മനോരമയെ നാട്ടുകാർ തിരസ്കരിച്ചു. പത്രം ഇപ്പോൾ അങ്ങനെയാണ്. പണ്ട് ശ്രീല പറഞ്ഞതുപോലെ, കാരണം വേറെ മാർഗങ്ങളില്ല വാർത്തകൾ കിട്ടാൻ. അപ്പോൾ മറ്റേ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പിന്നെ പാൻറ്റിലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കഥകളും പിന്നെ അവിടുത്തെ ഓഫീസ് സെക്രട്ടറിയുടെ എന്താ പറയുക, പുറത്ത് പറയാൻ കൊള്ളില്ല, വസ്ത്രത്തിൽ വീണ കറയും ഒക്കെയാണ് മനോരമയുടെ അന്നത്തെ വിഷയം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു പാവം ശാസ്ത്രജ്ഞനെ ഒരു ചാരക്കേസിൽ കുടുക്കി പരമാവധി വേട്ടയാടിയത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പണ്ടും സംഭവിച്ചിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ചില ട്രോളുകൾ വന്നു. അതായത് തമിഴൻ കറുപ്പിനോട് വലിയ ആരാധനയാണ്, തെറ്റിദ്ധാരണയാണ്.
എന്നാൽ പിന്നെ ഈ വെളുത്തു തുടുത്ത MGR-ഉം ജയലളിതയും ഒക്കെ ഫീൽഡ് ഔട്ടായി പോകേണ്ടതല്ലേ? അങ്ങനെയൊന്നുമല്ല. തമിഴർക്ക് എല്ലാവരും അവർ മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, സംസ്കാരചിത്തരാണ്. അവർ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരെ ആരാധിച്ചിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ തമിഴിലെ സാഹിത്യകാരന്മാരും ഈ പറഞ്ഞ ഈ ഹിന്ദു വിരോധികളായ ചില ആൾക്കാരും ഒക്കെ ചേർന്ന് അവിടെ ഈ വംശവെറിയും വർണ്ണവെറിയും ഒക്കെ ഉണ്ടാക്കാൻ ഇത്തരത്തിൽ ഈ കറുപ്പിനൊരു ഇത് കൊടുത്ത്, മലയാളത്തിലും എത്രയോ അത്തരത്തിലുള്ള സിനിമാ പാട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട് ഈ കറുപ്പിൻ്റെ അഴകിനെക്കുറിച്ച്. കറുപ്പിന് 7 അഴകാണെന്നാണ് മലയാളി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന തമിഴൻ്റെ വികാരം മുതലെടുക്കാൻ നരേന്ദ്രമോദി കറുത്ത മേക്കപ്പ് ഇട്ട് വന്നു എന്നാണ് പറയുന്നത് ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അദ്ദേഹം ആസാമിൽ, ബംഗാളിൽ, കേരളത്തിൽ ഒക്കെ ഓടി നടന്നാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തതും പ്രസംഗിച്ചതും. നട്ടുച്ചയ്ക്ക് പോലും നരേന്ദ്രമോദിയെ കാണാൻ ഈ നട്ടരിയാനം വെയിലത്ത് ആയിരക്കണക്കിനല്ല ലക്ഷങ്ങളാണ് തിങ്ങിക്കൂടിയത്. ബംഗാളിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനോരമയ്ക്ക് സ്വാഭാവികമായിട്ടും ആസൂയ മൂക്കും. അതിന് കാരണമുണ്ട്. കെട്ടിയെഴുന്നള്ളിച്ച് വയനാട് ഒരു രാജകുമാരനെ മനോരമ കൊണ്ടുവന്ന് നിർത്തി മനോരമയുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തി. ഇപ്പോൾ പ്രധാനമന്ത്രിയാക്കുമെന്ന് പറഞ്ഞു. കച്ചി തൊട്ടില്ല. കേരളത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ വോട്ട് കൊണ്ട് ജയിച്ചു പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളമല്ല ഇന്ത്യ മഹാരാജ്യം. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മനോരമ ഇവിടെ കിടന്ന് തുള്ളിയാൽ ഡൽഹിയിലെ സിംഹാസനം ഒന്നും വിറക്കില്ല. അത് പാർലമെൻ്റ് ഒന്നും പ്രകമ്പനം കൊള്ളാൻ പോകുന്നില്ല. അതൊക്കെ മനോരമയുടെ തോന്നലാണ്. ഇവിടെ പണ്ട് ഒരു മന്ത്രിയെ, ഒരു പൈപ്പ് ഇറക്കുമതിയിൽ അഴിമതി ഉണ്ടെന്നും പറഞ്ഞ് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച, അതായത് ഒരു മനോരമയിലെ ഒരു ലേഖകൻ പോയിട്ട് ഒരു സ്ഥലത്ത് വീട് വെച്ചു, അവിടേക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വേണം. അപ്പോൾ ആ എൻജിനീയർ പറഞ്ഞു, സാറേ ഇങ്ങോട്ടേക്ക് പൈപ്പ് ഇട്ടിട്ടില്ല, പൈപ്പ് ഇട്ടാൽ മാത്രമേ എനിക്ക് താങ്കൾക്ക് കണക്ഷൻ തരാൻ സാധിക്കുകയുള്ളൂ. ഈ കുടിവെള്ള പൈപ്പ് വാട്ടർ അതോറിറ്റിയുടേത് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ലേഖകന് ഇയാളുമായിട്ട് ഉടക്കായി. അങ്ങനെ ഉടക്കായി വലിയ വിഷയമായപ്പോൾ ഞാൻ മന്ത്രിയെ കൊണ്ട് നേരെ പോയി, മന്ത്രി അന്നത്തെ പാവം പിടിച്ച ഒരുത്തൻ ഒരു UDF-ലെ മന്ത്രിയാണ്. മന്ത്രി മനോരമയുടെ ലേഖകനല്ലേ, ഇങ്ങോട്ടതാ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് അതിൽ എഴുതി, എല്ലാം എഴുതി കൈയോടെ കൊടുത്തിട്ട് പറഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തു. ഇത് വാങ്ങിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പൈപ്പില്ലാത്ത സ്ഥലത്ത്, വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാത്തൊരു സ്ഥലത്തേക്ക് എങ്ങനെ വെള്ളം കൊടുക്കും? കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പൈപ്പ് അങ്ങോട്ട് വലിക്കണം. ഇയാളെ മുമ്പിൽ തന്നെ വെച്ച് തന്നെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലെറിഞ്ഞു. അയാൾ പറഞ്ഞു, മന്ത്രിയല്ല, ഇനി ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരെ പറഞ്ഞാലും ഈ പൈപ്പിടാത്ത സ്ഥലത്തേക്ക് എനിക്ക് വെള്ളം തരാൻ പറ്റത്തില്ല. അന്ന് മനോരമ തുടങ്ങിയതാണ് വാട്ടർ അതോറിറ്റിയിൽ അഴിമതിയെക്കുറിച്ചൊരു പരമ്പര. അവസാനം പാവപ്പെട്ട ഈ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഇങ്ങനൊരു പഴയ കഥയുണ്ട്. എത്ര സത്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പല അതെ വ്യക്തിവൈരാഗ്യം തീർക്കാനും ഭരണം അട്ടിമറിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ ദേശാഭിമാനിയും മനോരമയും തമ്മിലുള്ള ഏറ്റുമുട്ടലും പോരും ഒന്നും ഞാൻ വിഷയമാക്കുന്നില്ല. അത് മാധ്യമപ്രവർത്തനം എന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ത്ലാപ്പ് കൊണ്ടുവന്ന് നരേന്ദ്രമോദിക്ക് ഇടാൻ നോക്കരുത്. അത് നടക്കില്ല. ഈ മനോരമയുടെ ഈ ഒരു സ്വഭാവം ഇതിനു മുമ്പ് പല ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുമ്മനം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുമ്മനത്തിന്റെ നിറത്തെക്കുറിച്ചുള്ള എന്തൊരു ട്രോൾ. ആദ്യത്തെ വാർത്ത എന്തായിരുന്നു? ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ടപ്പോൾ. ഫസ്റ്റ് ഞാൻ ആ വാർത്ത പെട്ടെന്ന് ഞാൻ ആദ്യം ഇത് കാണുന്നതെന്ന് തോന്നുന്നു. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടത്. അതായത് ദളിതനായ ആദ്യത്തെ, അദ്ദേഹത്തിന്റെ കളർ കണ്ട് അദ്ദേഹം ദളിതൻ ഈ കളറാണെന്നും അദ്ദേഹം കറുത്ത ആളാണ്, ഞാനും കറുത്ത ആളാണ്, പ്രശാന്തു ഇരു നിറത്തിൽപ്പെട്ട, നമ്മളെല്ലാം ഇരു നിറത്തിൽപ്പെട്ട നമ്മളൊന്നും, ഞാനതൊന്നും ആലോചിക്കാറ് പോലും. ഈ വെളുത്തവരൊക്കെ ഉള്ളൂ മറ്റു ജാതിക്കാരൊന്നും, കറുത്തു പോയാൽ കറുത്തിരിക്കുന്നത് കൊണ്ട് ദളിതനാണെന്ന് അങ്ങനെ ഒരു നരേറ്റീവ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു ക്രിയേഷൻ. പ്രത്യേകിച്ച് കോട്ടയം വന്ന് നോക്കണം. കുമ്മനത്തിന്റെ വീട് കോട്ടയത്താണ്. ഈ കോട്ടയം മനോരമ ഇരിക്കുന്നതിന്റെ ഒരു 2-3 കിലോ അല്ലല്ല. അത് ശ്രീലേ, അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറയാം, കുമ്മനത്തെ അറിയാത്ത ആൾക്കാരല്ല മനോരമ. ഒരു പക്ഷേ കുമ്മനം രാജശേഖരൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയില്ലായിരിക്കാം.
ഞാൻ പറയാം, സംഘപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല, വളരെ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. കാരണം സംഘത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെയൊന്നും അന്വേഷിക്കില്ല. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ജാതി, അയാളുടെ മതം, അയാളുടെ ഉപജാതി, ഇതൊന്നും അന്വേഷിക്കുന്ന പതിവ് അതിനകത്തില്ല. ജഡ്ജിയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. പത്രപ്രവർത്തകനായിരുന്ന കുമ്മനം രാജശേഖരനെ, ദീപിക പോലെയുള്ള പത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കുമ്മനം രാജശേഖരനെ അറിയാത്തവരല്ല മനോരമ. അപ്പോൾ അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എന്നിട്ട് കുമ്മനം ഗവർണറായപ്പോൾ കുമ്മനത്തെ ഗവർണറാക്കി, ബ്രാക്കറ്റിൽ ട്രോളല്ല എന്ന്. ഇവരെന്താ മനോരമ ധരിച്ചിരിക്കുന്നത്? അതുപോലെ ഈ രാജകുമാരൻ വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല മത്സരം കൊടുക്കണമെന്ന് പറഞ്ഞ് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു, പത്രിക കൊടുത്തു. അന്ന് K. സുരേന്ദ്രനെ ആക്ഷേപിച്ചത് കുന്നുമ്മൽ സുരേന്ദ്രൻ്റെ വോട്ട് ജീവിതം എന്ന് പറഞ്ഞാണ് ആക്ഷേപിച്ചത്. ഈ കുന്നുമ്മൽ എന്ന് പ്രയോഗം അറിയാലോ. ഒരു സിനിമയിൽ കുന്നുമ്മൽ ശാന്ത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വളരെ ഒരു മോശം ക്യാരക്ടർ ആക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. അതെടുത്തിട്ട് അല്ല, എന്ത് തന്നെ ആവട്ടെ, ഞാൻ പറയുന്നത് അല്ല, അതിനകത്തൊക്കെയുള്ള ദുഷ്ടലാക്ക് കൃത്യമായിട്ട് അല്ല, സോഷ്യൽ മീഡിയയുടെ എല്ലാവരും പറഞ്ഞു. ബിഗ് ബോസ് താരമായിരുന്ന അഖിൽ മാരാർക്ക് കേരളത്തിലുടനീളം ആരാധകരുണ്ടായിരുന്നു. അഖിൽ മാരാർ എന്ന് രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് BJPയിലോട്ട് വന്നതോടുകൂടി അഖിൽ മാരാരുടെ കൂട്ടത്തിലുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾ, ഈ ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുറകെ നടക്കുന്ന, അവരെ കൊണ്ടുപോയി കൊണ്ടു നടന്ന് ജീവിക്കുന്ന ചില ആൾക്കാർ, അവരെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ചില പാരസൈറ്റുകളുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരെ ചൂഷണം ചെയ്യുന്ന, അവരെ മുതലെടുക്കുന്ന അവരൊക്കെ ഇപ്പൊ അഖിൽ കോട്ടാത്തല, അതെന്തോ മോശം, അയാളുടെ വീട്ടുപേര്, അതെ, ഗ്രാമത്തിന്റെ പേരാണ് കോട്ടാത്തലയിൽ. ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു, കോട്ടാത്തല സുരേന്ദ്രൻ. അത് വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ആളാണ്. അല്ല, അതൊരു ഞാൻ പറയുന്ന അതൊരു അഭിമാനമായിട്ട് എടുക്കണം. അതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഈ പറഞ്ഞതുപോലെ യാതൊരു വകതിരിവും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സത്യത്തിൽ ഒരു പരിധി വരെ മനോരോഗികളുടെ വിളയാട്ടമാണ് അതിനകത്ത് നടക്കുന്നത്. അതിനകത്ത് നല്ല ആൾക്കാർ ഒരുപാട് പേര് നല്ല ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയെ അന്ധമായി പിന്തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനോരമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു, അത്രയ്ക്ക് അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇങ്ങനെ ആക്ഷേപിക്കാൻ മനോരമയ്ക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? മനോരമ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ BJPയും നരേന്ദ്രമോദിയും ഒക്കെ പിന്നെ എന്താ പറയണ്ടേ, ഒരു തരത്തിലും യാതൊന്നും നിങ്ങളോട് പ്രതികരിക്കില്ല, നിങ്ങളെ ഭയന്ന് കഴിയുന്നവരാണ് എന്നാണോ ധരിച്ചിരിക്കുന്നത്? കയ്യിലൊരു ക്യാമറയും ഒരു പേനയും ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും അങ്ങ് നമുക്ക് വരുതിയിലാക്കാം എന്ന തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റിവെച്ചേക്കൂ. ആ കാലമൊക്കെ പോയി. ഇന്ന് മനുഷ്യർക്ക് പ്രതികരിക്കാൻ അറിയാം, നിയമം എന്താണെന്ന് നന്നായിട്ടറിയാം, അതെങ്ങനെ ആ നിയമത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാം. ഈ മനോരമ പത്രം മാത്രമല്ല നടത്തുന്നത്, വേറെ ഒരുപാട് ബിസിനസ്സുകൾ നിങ്ങൾക്കുണ്ട്. അതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടപാടുകളെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്ത് അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏജൻസികളുണ്ട്. എന്തിന് പറയുന്നു, പണ്ട് വിമോചന സമരക്കാലത്ത് മനോരമയ്ക്ക് CIA ഫണ്ട് വന്നു എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ. ഇപ്പോഴും അത് തോമസ് ഐസക്കിനെ പോലെയുള്ളവർ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രം മനോരമ നമ്മളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് BJPയെ എതിർക്കാം, BJP വിരുദ്ധ രാഷ്ട്രീയം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കരുത്. പണ്ട് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി, അതെ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ജിമ്മി ജെയിംസിന് മാത്രമല്ല, സാക്ഷാൽ ജെയിംസ് അച്ചായന് വരെ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അല്ല, അത് പിന്നെ പണ്ടൊരു ചൊല്ലുണ്ട്, പിന്നെ മുരിങ്ങയെ ഒടിച്ചു വളർത്തണം, മക്കളെ അടിച്ചു വളർത്തണം, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് നിരന്തരം തുമ്മാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം അവരെ സ്മരിച്ചുകൊണ്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഇന്ത്യൻ പറഞ്ഞു വന്നത് AK ആൻ്റണിയുടെ മകൻ ശ്രീ അനിൽ ആൻ്റണി പണ്ട് കോൺഗ്രസ് വിട്ടുവരാനുണ്ടായ കാരണം എന്താണെന്ന് ശ്രീലേക്ക് അറിയാമല്ലോ. അതായത് വളരെ പച്ചയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ മോശമായി ആക്ഷേപിക്കുന്നു.
അനിൽ ആൻ്റണി പറഞ്ഞു നമുക്ക് രാഷ്ട്രീയമായിട്ട് BJP എതിർക്കാം, പക്ഷേ നമ്മളൊരു ദേശീയ പാർട്ടിയാണ്, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ആ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട ആദരവ്, അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് കൊടുക്കേണ്ട ആദരവ് നമ്മൾ കൊടുക്കണം എന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത്. അപ്പോൾ അനിൽ ആൻ്റണി അത്രയും വിശാലമായും അത്രയും വിവേകപൂർവ്വം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പറഞ്ഞതിനാണ് അന്ന് അദ്ദേഹത്തെ വേട്ടയാടിയത്. അവസാനം ഈ വേട്ടയാടൽ സഹിക്കവയ്യാതെ അയാൾ കോൺഗ്രസും കളഞ്ഞുപോയി. ഇന്ന് BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്, BJPയുടെ അഖിലേന്ത്യാ നേതാവാണ് അനിൽ ആൻ്റണി. അനിൽ ആൻ്റണി വളരെ കൃത്യമായി ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ട് അനിൽ ആൻ്റണി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിന് വളർച്ചയും ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു വന്നത്, മനോരമ അത് കാലം മാറിയതും ഈ നദിയിലെ വെള്ളം ഒരുപാട് ഒലിച്ചു പോയതും ഒക്കെ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇപ്പൊ കേരളത്തിൽ സാഹചര്യം ഉണ്ടായാൽ ഇവരെല്ലാം ഒരുമിച്ച് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ചില ആൾക്കാർക്ക് വലിയ എന്തോ ഒരു ഞങ്ങളിപ്പം അങ്ങ് മല മറിക്കും എന്ന മട്ടിൽ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടെന്ന് മാത്രമേ എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായി എന്ന് വെച്ച് ഡൽഹിയിൽ ഭരണമാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ദേശീയതയ്ക്കും സംഘപരിവാറിനും നരേന്ദ്രമോദിക്കും ഒന്നും ഒരു രോമത്തിന് പോലും കേടുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെറും ഒരു MP-മാരില്ലാത്ത കാലത്ത് പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണത്. ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിച്ച, നിങ്ങൾക്ക് ആ ചരിത്രമൊന്നും അറിയില്ല, പക്ഷെ അതറിയുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. പിന്നെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അവരൊക്കെ. ആ പാരമ്പര്യം അവർക്കുണ്ട്. ഇല്ലെങ്കിൽ 100 വർഷമായിട്ട് ഇങ്ങനൊരു സംഘടന നിലനിൽക്കില്ലല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നുമില്ലെങ്കിലും ഈ അധികാരവും അധികാരത്തിൻ്റെ ദണ്ടും ആ അധികാരത്തിൻ്റെ സുഖശീതളിമയോ ഒന്നുമില്ലെങ്കിലും ഈ സംഘപരിവാറും ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. അവർക്ക് ഒരു നിറം മാറ്റം ഉണ്ടാവില്ല. അവർ അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേശീയതയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ സത്യം നിങ്ങൾക്കറിയില്ല. കാരണം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിക്ടോറിയ രാജ്ഞിയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പത്രമാണ് മലയാള മനോരമ. ആ മലയാള മനോരമയ്ക്ക് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും വളർച്ച കാണുമ്പോൾ അതിൽ അസൂയയും അസഹിഷ്ണുതയും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അതിന് പറ്റിയ മരുന്ന് ലോകത്തില്ല. സ്വയം നശിക്കുകയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനുമില്ല.